ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ നീതൂസ് ചാനലിലെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്ക്കാൻ പോകുന്നത് ഒരു മാക്സി ആണോ എന്ന് ചോദിച്ചാൽ മാക്സി അല്ല, ടോപ്പാണോ എന്ന് ചോദിച്ചാൽ ടോപ്പല്ല. മാക്സിയും ടോപ്പും ഒരേപോലെ ഇരിക്കുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇത് നമ്മൾ വീട്ടിലിടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനാണ് കേട്ടോ. അപ്പം മാക്സി തയ്ക്കുന്ന പോലെ നല്ല ഇറക്കത്തിലൊന്നും തയ്ക്കുന്നില്ല, അതുപോലെ എന്നാൽ ടോപ്പിൻ്റെ കണക്ക് ഒരുപാട് ലെങ്ത്ത് കുറച്ചിട്ടൊന്നും തയ്ക്കുന്നില്ല. അപ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് തയ്ച്ചതിന് ശേഷം കാണാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു വീനെക്കാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് പോർഷൻ്റെ വീനെക്ക് കട്ട് ചെയ്യാൻ വേണ്ടി വരച്ചിട്ടിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഷോൾഡർ വരച്ച്, പിന്നെ ബാക്കിയെല്ലാം നമ്മൾ വരച്ചെടുക്കുന്നുണ്ട്. ആദ്യമായിട്ട് നൈറ്റി തയ്ക്കുന്നവർക്ക് ഇതുപോലെ ഒന്ന് തയ്ച്ച് പഠിക്കാം കേട്ടോ. ഇതാകുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് ആദ്യം വെറും സിമ്പിളാണ് കേട്ടോ ഇങ്ങനെ തയ്ച്ച് പഠിക്കുക. ഇങ്ങനെ തയ്ച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ചെറിയ ചെറിയ മോഡലുകളൊക്കെ കട്ട് ചെയ്ത് പതിയെ പതിയെ തയ്ച്ച് കൊടുക്കാം. ആദ്യം നമുക്ക് സിമ്പിളായിട്ടുള്ളത് തയ്ച്ച് പഠിക്കാം കേട്ടോ. അതുകൊണ്ട് എളുപ്പത്തിൽ സിമ്പിളായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ ഉറപ്പായിട്ടും കാണാം കേട്ടോ. അപ്പോൾ ഞാൻ കറക്റ്റ് അതിൻ്റെ ഒരു ഷേപ്പൊക്കെ അടിച്ച് ഞാനിവിടെ ഒരു കട്ടിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കട്ടിങ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ കറക്റ്റ് മാക്സി അല്ല, എന്നാൽ നോക്കുന്ന സമയത്ത് ഒരു ടോപ്പിൻ്റെ ഒരു ഭംഗിയും കൂടെ തോന്നട്ടെ. ഇതിനകത്ത് ഇത്രയും പ്രിൻ്റ് ഉള്ളത് കൊണ്ട് വേറെ ഒന്നും ഞാൻ കൊടുക്കുന്നില്ല. പറ്റുമെങ്കിൽ ലേസ് ഉണ്ടെങ്കിൽ ലേസ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഫ്രണ്ടിൻ്റെ മുകളിലത്തെ പീസ് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്യണം, പിന്നെ നമ്മളെ ഷേപ്പ് കട്ട് ചെയ്തെടുക്കുകയും കൂടെ വേണം കേട്ടോ. അപ്പം തയ്ക്കാൻ അറിയാത്തവരെല്ലാം ഈ വീഡിയോ കണ്ട് ട്രൈ ചെയ്തോളൂ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് പെട്ടെന്നൊരു മാക്സി തയ്ച്ചെടുക്കാൻ പറ്റും. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഫ്രോക്ക് നൈറ്റിയൊക്കെ അല്ലേ യൂസ് ചെയ്യുന്നത്. ഫ്രോക്ക് നൈറ്റിയെ പോലെ തന്നെ വേറൊരു ടൈപ്പ് നൈറ്റിയാണിത് കേട്ടോ. ഇത് കണ്ടാൽ ചുരിദാറായിട്ടും തോന്നും, മാക്സി ആയിട്ടും തോന്നും കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഈ വീഡിയോ കണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഓരോരുത്തരും അവരവരുടെ അളവിൽ വേണം കട്ട് ചെയ്ത് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ തയ്ക്കുന്നതും കട്ട് ചെയ്യുന്നതും എപ്പോഴായാലും എൻ്റെ അളവിലാണ്. അതുപോലെ തന്നെ ഈ മാക്സി, ടോപ്പ് മാക്സി എന്ന് പറയാം, ഈ ടോപ്പ് മാക്സിയും എൻ്റെ അളവിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാനെല്ലാം ഷേപ്പിൻ്റെ ആ അളവെല്ലാം എടുത്ത് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇനി നമുക്ക് ബാക്ക് കഴുത്ത് എപ്പോഴും ഞാനൊരു 5-5.5 എടുക്കാം മാക്സിക്കായാലും ഞാൻ അത്ര എടുക്കും. പക്ഷേ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന മാക്സിക്ക് ഏകദേശം ഒരു 3 ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരവരുടെ അളവനുസരിച്ച് വേണം കഴുത്തൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ബാക്ക് കഴുത്ത് ഒരു 5.5 എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കതാണ് ഇഷ്ടം, ഞാൻ അതുകൊണ്ട് അളവെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൈ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരുപാട് മീറ്റർ അധികമൊന്നും ഉണ്ടാവില്ല, ഒരുപാട് വീതിയില്ലാത്ത പീസ് ആയതുകൊണ്ട് ഞാനൊരു സാധാ കുഞ്ഞ് കൈയാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. നമ്മളെ വീട്ടിലിടുമ്പോൾ നമുക്ക് അത്രയൊക്കെ മതിയാവുമല്ലോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൈകളൊക്കെ വെക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെറിയൊരു കൈ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ പ്രധാന പരിപാടി എന്താണ്, നമുക്ക് നൈറ്റി തയ്ച്ചെടുക്കാൻ എല്ലാവർക്കും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശമൊക്കെ അറിയാൻ തോന്നും. എന്നാലും ഞാൻ കുറച്ചൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്കിനി നമ്മുടെ പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം ഞാൻ കൈയാണ് അടിച്ച് മാറ്റുന്നത്. എല്ലാവരും അങ്ങനെയാണെന്ന് തോന്നുന്നു. നമ്മൾ ചുരിദാർ തയ്ച്ചാലും നൈറ്റി തയ്ച്ചാലും കൈ ആദ്യം നമ്മൾ അടിച്ചങ്ങ് തിരിച്ചിട്ട് വയ്ക്കുക. കുഞ്ഞു കൈയാണ് കേട്ടോ. അപ്പോൾ 2 കൈയും നല്ല രീതിയിൽ ചെറുതായിട്ട് മടക്കി, നല്ല വീതിക്കൊന്നും എടുത്തിട്ടില്ല, ചെറുതായിട്ട് മടക്കിയിട്ട് ഞാനത് അടിച്ചെടുക്കുന്നുണ്ട്. വേറെ മാക്സി തയ്ച്ച വീഡിയോസൊക്കെ എൻ്റെ വീഡിയോയിൽ കിടപ്പുണ്ട് കേട്ടോ. താല്പര്യമുള്ളവർക്കൊക്കെ അതൊക്കെ കയറി കാണാം. ടോപ്പ് തയ്ച്ച വീഡിയോസ് കിടപ്പുണ്ട്, അതും കയറി കാണാവുന്നതാണ്. അപ്പം ഞാൻ എൻ്റെ കഴുത്തടിച്ചെടുക്കുന്നുണ്ട്, ബാക്ക് കഴുത്ത്. ഞാൻ ഇതിൽ പേപ്പറൊന്നും വെച്ചിട്ട് അടിക്കുന്നില്ല, ക്യാൻവാസ് എന്ന് പറയും. ക്യാൻവാസ് ഒന്നും വെച്ച് ഞാൻ അടിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ സിമ്പിൾ നൈറ്റി അല്ലേ. അപ്പം നമ്മൾ നൈറ്റിക്കൊന്നും അങ്ങനെ ആരും ക്യാൻവാസ് ഒന്നും വെച്ച് അടിക്കാറൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒരു തുണി വെച്ചിട്ട് മാത്രം തിരിച്ചടിക്കണം. അപ്പം നമ്മൾ തിരിച്ചടിക്കുന്ന സമയത്ത് ആ തുണി കറക്റ്റായിട്ട് അതിൽ വെച്ചിട്ട് തന്നെ തിരിച്ചടിക്കുകയാണെങ്കിൽ ഒരു പതിച്ച് ചെറിയൊരടിയും കൂടെ കൊടുക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങിലിരിക്കും കേട്ടോ. ആ കഴുത്തിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു ചാഞ്ചാട്ടമൊന്നും ഇല്ലാതെ നിങ്ങൾ തന്നെ നോക്കിക്കേ ആ കഴുത്ത് എന്ത് ഭംഗിയായിട്ട്. ഇത് ബാക്ക് കഴുത്താണ് കേട്ടോ. നല്ല ഫിനിഷിങ്ങിൽ കിട്ടി, നല്ല ഒരു ചാഞ്ചാട്ടം പോലും ഇല്ലാതെ കറക്റ്റായിട്ട് അങ്ങനെ ഇരിക്കും. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ട് ഭാഗവും കൂടി കഴുത്തുണ്ടല്ലോ, നമ്മുടെ വീനെക്ക് കഴുത്തും കൂടി നമുക്ക് ഇതേപോലെ തന്നെ നല്ല നീറ്റായിട്ട് അടിച്ചെടുക്കണം. ആ കഴുത്താണ് നമുക്ക് ഒരു ഡ്രസ്സിൻ്റെ ഏറ്റവും കൂടുതൽ ഭംഗി തരിക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഫിനിഷിങ് തോന്നുക എന്ന് പറയുന്നതും അതിൻ്റെ നെക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചുരിദാർ എങ്ങനെയുണ്ട്, ചുരിദാറെന്ന് മാത്രം പറയേണ്ട, എൻ്റെ മാക്സി എന്നും കൂടെ വേണമെങ്കിൽ പറയാം കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് ബോട്ടം വേണ്ടവർക്ക് ബോട്ടോ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.